ബസ് ഒരു മരത്തിലിടിച്ച് നിന്നുകൊണ്ടാണ്. ആ മരത്തിലിടിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. മുണ്ടക്കയം കൂട്ടിക്കൽ എളങ്കാട് റോഡിൽ വേലി എളങ്കാട് സർവീസ് നടക്കുന്ന ഫായിസ്മോൻ ബസ്സാണ് എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുകയും നിയന്ത്രണം വിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് റബ്ബർ മരത്തിൽ ഇടിച്ചു നിന്നത്. കഴിഞ്ഞ മുമ്പത്തെ ചാലിൽ ഇവിടുന്ന് എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുകയും തെന്നി മാറിയതാണ്. ഇവിടെ വെട്ടിക്കാനം ഭാഗത്താണ്. വെട്ടിക്കാനം ആ വളവ് തിരിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് എതിരെ വരുന്ന വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തതാണ്. സൈഡ് കൊടുത്ത് തെന്നിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചുവന്ന കാറ് വാഹനം വന്നിട്ട് ഈ വളവിലായിരുന്നു. അത് സൈഡ് കൊടുത്തപ്പോഴത്തേനും ബസ് ഇങ്ങോട്ടേക്ക് നീക്കേണ്ടി വന്നു. അപ്പോൾ തെന്നി താഴേക്ക് പോയതാണ്. ആ ബസ് ഒരു മരത്തിലിടിച്ച് നിന്നുകൊണ്ടാണ്. ആ മരത്തിലിടിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോയത്. രണ്ട് മരത്തിൽ വണ്ടി ഇടിച്ചാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് താഴേക്ക് പോയി വലിയ അപകടത്തിലേക്ക് മാറാൻ. അന്നേരം തന്നെ വിവരം അറിഞ്ഞ് ഓടി എത്തിയതാണ് നിങ്ങൾ? അവരെ വന്നപ്പോഴത്തേനും ഓരോ ആളുകൾ മാറ്റിയിരുന്നു. 3 പേരെ മെഡിക്കൽ ടെസ്റ്റിലേക്കും ഒരാളെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. സാരമായ പരിക്കുകളില്ല, വലിയ കുഴപ്പമില്ല. സീറ്റിംഗ് ആളുണ്ടായിരുന്നു. ആളുകളുടെ കൈയ്യൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അവരുടെ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. ഡ്രൈവർക്ക് കൊണ്ടൊന്നും വേറെ മറ്റു പരിക്കുകളൊന്നുമില്ല. വണ്ടി ഇപ്പം മാറ്റാനുള്ള സംവിധാനങ്ങൾ അവർ പോലീസ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഫോട്ടോ എടുത്തോ. മുണ്ടക്കയം കൂട്ടിക്കൽ എളങ്കാട് റോഡിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ റോഡ് കാണത്തില്ല. കണ്ടോ, ആ വണ്ടി തെന്നി മാറിയപ്പോഴാണ് ഈ റോഡിൻ്റെ ഇത്രയും ഭാഗം ദൃശ്യമായിരിക്കുന്നത് തന്നെ. കാരണം ഇവിടുത്തെ ഈ അപകടത്തിലുള്ള പ്രധാന ഭാഗം ചെളിയും ഈ പുല്ലും എല്ലാം കൂടെ കയറി റോഡിലോട്ട് നിന്ന് അത് കൃത്യമായ രീതിയിൽ മാറ്റാത്തുണ്ട്. PWD തന്നെ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ മുൻകൈ എടുത്ത് തന്നെ അത് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതെ നാടിനെ രക്ഷിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഈ ഇതുപോലെയുള്ള റോഡിലെല്ലാം ക്ലീൻ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടാക്കി മാത്രമേ നാടിനെ ഇതുപോലെ നമുക്ക് കവർ ചെയ്ത് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി എങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. മുൻകൂട്ടി ഇനിയുള്ള കാര്യങ്ങളിൽ അപകടം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ പറയുന്നത്. ദൈവാധീനം എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് പറയുന്നത് നമ്മൾ ശരിയാണെങ്കിലും ഈ ഒരു മരത്തെ തട്ടി നിന്നത് വളരെയധികം ഒരു ഭാഗ്യമായിരുന്നു എന്ന് വേണം പറയാം.